പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: റോമയിൽ എത്തിയ പൗലോസിനെ തിരഞ്ഞു കണ്ടെത്തിയ സഹോദരൻ ആര്? ഉത്തരം: ഒനേസിഫൊരോസ്. 2 തിമോഥെയോസ് 1:16-17. ക്വസ്റ്റ്യൻ: മൂലസ്ഥാനത്തിൻ്റെ ഭരണം ദാവീദ് പിടിച്ചടക്കിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ഉത്തരം: ഫെലിസ്ത്യരുടെ. 2 ശമൂവേൽ 8:1. ക്വസ്റ്റ്യൻ: ഇളകിപ്പോകാത്ത വേരുള്ളത് ആർക്ക്? ഉത്തരം: നീതിമാന്മാർക്ക്. സദൃശവാക്യങ്ങൾ 12:3. ക്വസ്റ്റ്യൻ: ബയലയുടെ മറുപേർ എന്ത്? ഉത്തരം: കിര്യത്ത് യെയാരീം. 1 ദിനവൃത്താന്തം 13:6. ക്വസ്റ്റ്യൻ: ഭൂതങ്ങൾ നൃത്തം ചെയ്യുന്നത് എവിടെ? ഉത്തരം: ബാബേലിൽ. യെശയ്യാവ് 13:19-21. ക്വസ്റ്റ്യൻ: ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും എന്ന് പ്രവചിച്ചതാര്? ഉത്തരം: സെക്കര്യാവ്. 3:9. ക്വസ്റ്റ്യൻ: ഏതു പേരിനാലാണ് ജ്ഞാനഹൃദയൻ വിളിക്കപ്പെടുന്നത്? ഉത്തരം: വിവേകി. സദൃശവാക്യങ്ങൾ 16:21. ക്വസ്റ്റ്യൻ: എവിടെ വെച്ചാണ് എലയാസാരിനെ പുരോഹിത വസ്ത്രം ധരിപ്പിച്ചത്? ഉത്തരം: ഹോർ പർവ്വതത്തിൽ. സംഖ്യ 20:25-28. ക്വസ്റ്റ്യൻ: ദാവീദ് ഗൃഹത്തിൽ നിന്നും പറിച്ചു കളഞ്ഞതാരെ? ഉത്തരം: ഇസ്രായേലിനെ. 2 രാജാക്കന്മാർ 17:21. ക്വസ്റ്റ്യൻ: തെസ്സലോനിക്കയിലെ പള്ളിയിൽ എത്ര ശബ്ബത്തുനാൾ പൗലോസ് പ്രസംഗിച്ചു? ഉത്തരം: 3. അപ്പോസ്തലപ്രവൃത്തികൾ 17:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മുൾവേലിയേക്കാൾ വല്ലാത്തവൻ ആര്? ഉത്തരം: നേരുള്ളവൻ. മീഖ 7:4. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നത് എവിടെ? ഉത്തരം: ആകാശത്ത്. യിരെമ്യാവ് 10:13. ക്വസ്റ്റ്യൻ: ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആര്? ഉത്തരം: പ്രഭുക്കന്മാർ. സഭാപ്രസംഗി 10:17. ക്വസ്റ്റ്യൻ: തുറന്നോസിൻ്റെ പാഠശാലയിലെ സംവാദം നിമിത്തം ദൈവവചനം കേൾക്കാനിടയായ യഹൂദന്മാരും യവനന്മാരും എവിടത്തുകാർ? ഉത്തരം: ആസ്യ. അപ്പോസ്തലപ്രവൃത്തികൾ 19:9-10. ക്വസ്റ്റ്യൻ: കല്ലുകളെ തേയുമാറാക്കുന്നത് എന്ത്? ഉത്തരം: വെള്ളം. ഇയ്യോബ് 14:19. ക്വസ്റ്റ്യൻ: കണ്ണിന് ഇമ്പമാകുന്നത് എന്താണ്? ഉത്തരം: സൂര്യനെ കാണുന്നത്. സഭാപ്രസംഗി 11:7. ക്വസ്റ്റ്യൻ: നീരസം വസിക്കുന്നത് എവിടെ? ഉത്തരം: മൂഢന്മാരുടെ മാർവിൽ. സഭാപ്രസംഗി 7:9. ക്വസ്റ്റ്യൻ: യഹോവ ക്ഷണിച്ചവരെ വിശുദ്ധീകരിക്കാൻ ഒരുക്കിയ സദ്യ ഏത്? ഉത്തരം: യാഗസദ്യ. സെഫന്യാവ് 1:7. ക്വസ്റ്റ്യൻ: അതതു ജാതി താൻ്റെ ദേവന്മാരെ ഉണ്ടാക്കുമ്പോൾ അശീമയെ ഉണ്ടാക്കിയത് ആര്? ഉത്തരം: ഹമാത്തുകാർ. 2 രാജാക്കന്മാർ 17:31. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം
പേര് ലഭിച്ച സ്ഥലം ഏത്? ഉത്തരം എസ്കോൽ താഴ്വര. സംഖ്യ 13-24. ക്വസ്റ്റ്യൻ: സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കുന്നത് ആര്? ഉത്തരം സെബൂലൂൻ ഇസാക്കാർ. ആവർത്തന പുസ്തകം 33-18-19 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എന്തിൻ്റെ മധ്യേയാണ് യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ കരഞ്ഞത്? ഉത്തരം പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും. യോവേൽ 2:17. ക്വസ്റ്റ്യൻ: ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ആരാണിത് പറഞ്ഞത്? ഉത്തരം ബിലെയാം. സംഖ്യ 24-17. ക്വസ്റ്റ്യൻ: ദൈവം ശലോമോൻ്റെ നേരെ എഴുന്നേൽപ്പിച്ച 2 പ്രതിയോഗികൾ. ഉത്തരം ഹദദ്, രസോൻ. 1 രാജാക്കന്മാർ 11-14-23. ക്വസ്റ്റ്യൻ: രഥത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായി ഓടിപ്പോയത് ആര്? ഉത്തരം സീസര. ന്യായാധിപന്മാർ 4-15. ക്വസ്റ്റ്യൻ: പ്രവാചകൻ കേൾക്കെ എഴുത്തു വായിച്ച പുരോഹിതൻ ആര്? ഉത്തരം സെഫന്യാവ്. ഇരമ്യാവ് 29-29. ക്വസ്റ്റ്യൻ: പാറയിൽ നിന്നും തീ പുറപ്പെട്ടത് കണ്ടത് ആര്? ഉത്തരം ഗിദെയോൻ. ന്യായാധിപന്മാർ 6-21. ക്വസ്റ്റ്യൻ: ആദ്യത്തെ വസ്തു കച്ചവടക്കാർ ആരൊക്കെ? ഉത്തരം അബ്രഹാം, എഫ്രോൻ. ഉൽപ്പത്തി 23-16. ക്വസ്റ്റ്യൻ: ഏതു രാജാവിൻ്റെ ഹൃദയമാണ് വിറച്ചത്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 28-5. ക്വസ്റ്റ്യൻ: ഒരാളെ പ്രതി വസ്ത്രം കീറിയ അപ്പനും മകനും ആര്? ഉത്തരം രൂബേൻ, യാക്കോബ്. ഉൽപ്പത്തി 37-29-34. ക്വസ്റ്റ്യൻ: തനിക്ക് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും തുല്യനായി ആരും ഇല്ലാതിരുന്ന രാജാവ് ആര്? ഉത്തരം ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 18-4. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ രാജാവ് എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം ദാവീദ്. മത്തായി 1-6. ക്വസ്റ്റ്യൻ: യഹോവയോട് അപേക്ഷിച്ചപ്പോൾ വൃക്ഷം കാണിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്. പുറപ്പാട് 15-25. ക്വസ്റ്റ്യൻ: ഇടിമുഴക്കവും കൽമഴയും നിമിത്തം നശിച്ചു പോകാഞ്ഞത് എന്ത്? ഉത്തരം കോതമ്പും ചോളവും. പുറപ്പാട് 9-32. ക്വസ്റ്റ്യൻ: അബ്രഹാം ചെന്ന് എന്തിനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു? ഉത്തരം ആട്ടുകൊറ്റനെ. ഉൽപ്പത്തി 22-13. ക്വസ്റ്റ്യൻ: പത്രോസ് വിവശതയിൽ ഒരു ദർശനം കണ്ടത് എവിടെയായിരിക്കുമ്പോൾ? ഉത്തരം യോപ്പ പട്ടണത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 11-5. ക്വസ്റ്റ്യൻ: ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റത് ആര്? ഉത്തരം അഹിമേലക്. 1 ശമൂവേൽ 21-1. ക്വസ്റ്റ്യൻ: എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം യോഹന്നാൻ്റെ ശിഷ്യന്മാരോട്. മത്തായി 11-6. ക്വസ്റ്റ്യൻ: ദാവീദിൻ ഗോപുരത്തിൽ
വീരന്മാരുടെ എത്ര പരിച തൂക്കിയിരിക്കുന്നു? ഉത്തരം 1000 പരിച. ഉത്തമഗീതം 4:4. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ആരെ പ്രശംസിക്കുന്നു? ഉത്തരം ദുഷ്ടനെ. സദൃശവാക്യങ്ങൾ 28:4. താങ്ക്സ് ഫോർ വാച്ചിങ്.